ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു പുതിയ എപ്പിസോഡ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് തിരക്കിലാണ് വന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ ടൂർ പോകണമെന്ന് കുറച്ച് ഗൈസ്. അപ്പോൾ അവർക്ക് ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് നമ്മളെ കയ്യിലൊരു പെയിന്റ് ഇല്ലാത്ത ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതന്നെ കൂടുന്നത് കണ്ണനായിട്ടുള്ളത് നിങ്ങൾ പരുത്തണ്ട. ഉള്ളിൽ വെച്ചിറങ്ങനെ എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്ന പണി കൊടുത്തു ഞാൻ. അപ്പോൾ എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്ന പണിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. ഞാൻ അധികം ഒന്നും ആൾക്കാരെ ലാഗ് അടുപ്പിക്കല്ല ഗൈസ്, നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന ആളാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ഇത്ര നേരം ഇവിടെ വന്നതിൻ്റെ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇവിടെയാണ് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞത്. ആളെല്ലാം കയറിക്കോയി അണ്ണാ, പുതിയൊരു എഞ്ചിൻ ഓയിൽ മേങ്ങേണ്ട ഒരു എഞ്ചിൻ ഓയിൽ തീർന്ന്, പിന്നെ സ്പാൻഡർ 3 മേങ്ങേണ്ട ഒരു ടയറിന്റെ നെറ്റും ബോൾട്ട് കുറച്ച് ലൂസ്, അത് എവിടെങ്കിലും വെച്ച് ശരി. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് അണ്ണ ഗിയർ ബോക്സ് ചെറുങ്ങനെ ഒരു ലൂസായി പോകുന്നൊരു സംശയം. കണ്ണ നീ ആൾക്കാർ അടുത്തേക്ക് എത്തും മുന്നേ ഈ ബസ് ഇടവും കൊക്കയിലും മാറി ഒരു ചെറിയ നെട്ട് എളിയാൽ മതി. ബസ്സിന്റെ താളം തെറ്റ് കണ്ണ, അതെന്താ ശ്രദ്ധിക്കാത്ത? അങ്ങനെ നാവത്തില്ല അണ്ണ, ഞാൻ ഗ്യാരണ്ടി തരും. ഇനി അണ്ണ നിർത്തിയിട്ട് കാര്യമില്ല, ബ്രേക്ക് ചെറിയ കുറവുണ്ട്. സ്പാൻഡർ മേങ്ങാനും വീടിലൊക്കെ ഒന്നും പോകാൻ പറ്റില്ല എന്നേ ഉള്ളൂ. വേറൊരു പ്രശ്നവുമില്ല, ഹാൻഡ് ബ്രേക്ക് ഞാൻ ഫിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് ചെറിയൊരു സ്വിച്ച് ആയിട്ടാണ്, അത് നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും തെറിച്ചിട്ട് നിന്നോളൂ. ബസ്സിന് എന്താവണം എന്നാ മതി, ഞങ്ങൾക്ക് എന്താവല്ല എയർ ബാഗിൽ ഫിറ്റ് ആക്കിയ നല്ലൊരു ബസ്സാണ് ഞാൻ മെയിഞ്ഞത്. ബാക്കിലുള്ള ടൂറിസ്റ്റുകാർ ചത്തു പോകുന്ന ഒരു സംശയം ഞങ്ങൾക്കുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മ ഈ വീഡിയോ കൊടുന്നു തരണമെങ്കിൽ ചെറിയൊരു വീടാണ് ഗൈസ്, ചെറിയെന്ന് പറഞ്ഞെങ്കിൽ ഒരു 3 മിനിറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷേ ഒരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്ന ഒരു പുല്ലല്ലേ ഗൈസ്, നമ്മൾ ഉള്ളിൽ പോയിട്ട് പെട്ടോന്ന്. ഓ എന്തോ ആവാത്തത് ഭാഗ്യം ഗൈസ്, ഞാനിപ്പോ ഒരു റിക്ഷ കൂത്തേണ്ടത്. മോനെ വെള്ളം വേണം, വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് വയ്യ. ഇവിടെ സൈഡെങ്കിൽ ഒതുക്കോപ്പ. അയ്യോ, നേരെ വണ്ടി ഓടിക്കും മോനെ, ഇപ്പൊ ചത്തു പൊട്ടിയല്ലോ. ചേട്ടന് കുടിക്കാനുള്ള വെള്ളം നിലവിൽ ബിസിയാണ്. ഇനി ടൂറിസ്റ്റ് സ്ഥലത്ത് എത്തിയതിനു ശേഷമേ കുടിക്കാൻ പറ്റൂ. ബ്രേക്ക് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കാത്തു നിൽക്കുക. ബ്രേക്കില്ലേ? ബ്രേക്ക് ഉണ്ട്, പക്ഷെ ഇപ്പൊ കിട്ടില്ല വെള്ളം. ഇപ്പൊ വെള്ളമില്ല, ആടെ കുടിക്കാൻ കിട്ടില്ല. എന്റെ പൊന്നെ, എന്തോന്നാണ് കണ്ണ നീ കളിക്കുന്നത്? നിന്റെ നെട്ടിക്കൽ ബിരിയാണി ആണോ ഇത്? ചേട്ടാ, ടൂറിസ്റ്റ് സ്ഥലം എത്തിയതിന് ഞാൻ നിങ്ങൾക്ക് നെട്ടിക്കൽ വെള്ളം തരാം. നെട്ടിക്കൽ വെള്ളം അതെന്തോന്ന് സാധനം? ചേട്ടന് വിഷമിക്കണ്ട, ചേട്ടനുള്ള നെട്ടിക്കൽ വെള്ളം ഞാൻ കൊണ്ടുവരാം. വെള്ളം കിട്ടി. 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് എന്നെ കൊല്ലാൻ നോക്കുന്നോടാ. അങ്ങനെ നമ്മൾ ടൂറിസ്റ്റ് സ്ഥലം എത്തി ഗൈസ്. അപ്പോൾ എല്ലാവരും നമുക്ക് കീച്ചിട്ടിട്ട് നമുക്ക് ഇതെന്ത് സ്ഥലം എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം ഗൈസ്. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റിൻ്റെ സ്ഥലത്തുണ്ട്, നല്ല സന്തോഷത്തിൽ ഇറങ്ങിയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്ഥലം എന്താണെന്ന് നമുക്കൊന്ന് നോക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഗൈസ്, ഈ പുല്ലല്ലേ ഇടയിലേക്ക് കയറുന്ന അതാണ്. ഇത് എവിടെയാ പോകുന്നത്? പെട്ടാൽ ചത്ത് കിട്ടോ? നീ എംകെ പെടലടാ, നീ പേടിക്കലടാ ഉവേ, നീ ബാടാ പൊട്ട. അങ്ങനെ പെട്ടോന്നൊരു സംശയം ഗൈസ്, ഇത് ഈയിലെ പോണ്ടത് ഈ അതിലെ പുറത്തേക്ക് ചെയ്യണോ? ഈലൊന്നല്ല ഈ സംഭവം, എന്തൊരിതത് ആകെ ഒരു ഇതായിരിക്കുമ്പളേ ഈടെ ഒരു പെട്ടിരിക്കുക, അതിൻ്റെ ഇടയില വേറെ ഗൈസ്. അപ്പോൾ നമ്മൾ ഡൈനോസറിന്റെ മുട്ട കണ്ടുപിടിച്ച് ഗൈസ്. അവിടെ ഡൈനോസറിന്റെ ഒരു മുട്ട പോലത്തെ സാധനം കാണുന്നത് കളർ സിമെന്റ് കൊണ്ട് നിറച്ച കട്ടയാണ്. ഞാൻ വെറുതെ നിങ്ങളെ പറ്റിച്ചല്ലേ. അങ്ങനെ നമ്മളെ ദൗത്യം അങ്ങനെ വിജയകരമായി എത്തിച്ചു, എല്ലാവരും സുരക്ഷിതമായി എത്തിച്ചു. ബ്രേക്ക് ഒന്ന് പൊളിഞ്ഞിട്ട് അത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് വൈൻഡ് അപ്പ് ആക്കാൻ സമയമായി ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മളെ ബാക്കിലത്തെ മുതലിന് അടുത്ത വീഡിയോയിൽ പെയിന്റ് അടിപ്പിക്കണം ഗൈസ്. അപ്പോൾ പിന്നെയും നല്ലൊരു വീഡിയോ ആയി കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.